പരസ്യ ചിത്രങ്ങളുടെ സംവിധായകനായി കടന്നുവന്ന VA ശ്രീകുമാർ ഇതുവരെ സിനിമാ സംവിധായകനായിട്ടില്ലെങ്കിലും താൻ സംവിധാനം ചെയ്യാൻ പോകുന്ന ചിത്രങ്ങളെക്കുറിച്ചുള്ള പ്രഖ്യാപനം കൊണ്ടുതന്നെ അദ്ദേഹം ഏവരെയും ഞെട്ടിച്ചിരിക്കുകയാണ്. BR ഷെട്ടിയുടെ നിർമ്മാണത്തിൽ മോഹൻലാലിനെ മുഖ്യ കഥാപാത്രത്തിൽ എത്തിച്ച് ശ്രീകുമാർ സംവിധാനം ചെയ്യുന്ന മഹാഭാരതം ഇന്ത്യയിലെ ഏറ്റവും ചിലവേറിയ ചിത്രമായിരിക്കും. എന്നാൽ ഇതിനു മുമ്പ് ഒടിയൻ എന്ന ചിത്രം മലയാളത്തിൽ മാത്രമായി ഒരുക്കിക്കൊണ്ടാണ് ശ്രീകുമാറിന്റെ അരങ്ങേറ്റം. മാജിക്കൽ റിയലിസം ശൈലിയിൽ കഥ പറയുന്ന സിനിമയായിരിക്കും ഒടിയൻ എന്നാണ് ക്ലബ് FM UAEക്ക് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നത്. മനുഷ്യൻ മൃഗത്തിന്റെ വേഷം കെട്ടി ഇരുട്ടിന്റെ മറയെ കവചമാക്കി ആളുകളെ പേടിപ്പിക്കാൻ കൊട്ടേഷൻ എടുക്കുന്ന ഒരു സംഘമുണ്ടായിരുന്നു മുൻപ് തമിഴ്നാട്ടിൽ. അവരാണ് കേരളത്തിലെത്തുന്ന ആദ്യത്തെ കൊട്ടേഷൻ സംഘം. അവരുടെ കഥയാണ് ഒടിയൻ. 1950 മുതൽ 90 വരെ നീണ്ടു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നുപോകുന്ന 3-4 കഥാപാത്രങ്ങളും അവരുടെ ചുറ്റുമുള്ള കുറെ ഉപകഥാപാത്രങ്ങളും ചുറ്റിപ്പറ്റിയുള്ള ത്രില്ലർ. കൊള്ളയടിക്കാരായിരുന്നില്ല ഈ സംഘം, ഭയപ്പെടുത്തലായിരുന്നു ഇവരുടെ പരിപാടി. എന്തെങ്കിലും തരത്തിൽ വിരോധമുള്ളവരെ ഒന്ന് ഭയപ്പെടുത്തി വിടാൻ ആളുകൾ ഇവരെ ഏൽപ്പിക്കുകയാണ്. ഇവരുടെ സാന്നിധ്യം കൊണ്ട് പേടിച്ചു മരിക്കുന്നവർ വരെ ഉണ്ടായിരുന്നു. ജീവിച്ചിരിക്കുന്ന അവസാനത്തെ ഒടിയനാണ് മോഹൻലാലിന്റെ കഥാപാത്രം. ഇതാണ് കഥയുടെ ഒരു ശൈലി. ജൂലൈ ചിത്രീകരണം ആരംഭിച്ച് ഒക്ടോബറോടെ പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. 60-65 ദിവസങ്ങൾ ഷൂട്ടിംഗ് ഉണ്ടായിരിക്കുമെന്നും അണിയറ പ്രവർത്തകർ പറയുന്നു.